എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു സിനിമ കാണാൻ പോവുകയാണ്. സിനിമ ഏതാണെന്നല്ലേ, നമ്മുടെ ടോം ക്രൂസിൻ്റെ മിഷൻ ഇമ്പോസിബിൾ, അതിൻ്റെ പുതിയ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ലാസ്റ്റ് ഇറങ്ങിയത്. അത് കാണാൻ ഞാൻ മേഡിഫ് സിറ്റി സെൻറ്റർ ഐമാക്സ് സിനിമയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐമാക്സ്. സോ ഇന്ന് എൻ്റെ കൂടെ സിനിമ കാണാൻ ഒരു വിശിഷ്ട അതിഥി വരുന്നുണ്ട്. വിശിഷ്ട അതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഞാനും ആ അതിഥിയും കൂടിയിട്ട് ആദ്യമായിട്ടാണ് സിനിമ കാണാൻ പോകുന്നത്. ഐ മീൻ പണ്ടെല്ലാം പോയിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഈ അടുത്തൊന്നും നമ്മൾ ഒരുമിച്ച് സിനിമ കാണാൻ പോയതായിട്ട് എനിക്ക് അറിവില്ല. അപ്പോൾ ആരാണ് വിശിഷ്ട അതിഥി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ മിഷൻ ഇമ്പോസിബിൾ കാണാൻ പോവാണ്. ഇപ്പം എൻ്റെ ഒപ്പമുള്ള ഗസ്റ്റ് നോക്കൂ, ഇവരാണ് ആദ്യമായിട്ട് എൻ്റെ സിനിമ. എടാ, നമ്മൾ എത്ര കൊല്ലമായിട്ടാ സിനിമ കാണാൻ പോയിട്ട് ഒരുമിച്ച്? ഓ ഫക്ക്, അത്രയും വർഷമായി നമ്മൾ സിനിമ കാണാൻ പോയിട്ട്. മൈ ഗോഡ്. അപ്പം നമ്മൾ മിഷൻ ഇമ്പോസിബിൾ കാണാൻ പോകണം. അവിടെ എന്നിട്ട് വിശേഷങ്ങൾ പറയാം. നല്ല കഥപ്പ് ഇപ്പം വന്നു പറഞ്ഞ കഴുപ്പ് തുടങ്ങി കേട്ടോ. നമ്മുടെ മിഷൻ ഇമ്പോസിബിൾ കാണാം. ഷോ ദ സ്ക്രീൻ. എൻ്റെ അമ്മ, എന്തോ സ്ക്രീനാടേ, ഒരു ചുമര് മൊത്തം സ്ക്രീൻ. ആ, ഇത് സഫയർ. ആ, ചെറിയൊരു സ്കേർവ് ഉണ്ടായിരിക്കും. വെരി നൈസ്. അപ്പോൾ ഇനി നമ്മൾ സിനിമയെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. എങ്ങനെയുണ്ട് റിവ്യൂ എന്നൊക്കെ അല്ലേ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഫൈനലി മിഷൻ ഇമ്പോസിബിൾ കണ്ടു കഴിഞ്ഞിറങ്ങി. മാത്യു, അങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഇഷ്ടപ്പെട്ടോ? സോസോ അല്ലേ? ഒരു സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടീഡ് കിട്ടുന്നില്ല. ഞാൻ കുറച്ച് സമയം ഉറങ്ങിപ്പോയി. എല്ലാവരും തല്ലരുത്. ഞാൻ മിഷൻ ഇമ്പോസിബിൾ കുറച്ചിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറെ ഭയങ്കര വർത്താനം ഉണ്ടായിരുന്നു അവിടെ. ഭയങ്കര ചർച്ച. എന്താണ് ചർച്ച ചെയ്യുന്നതെന്ന് ഒരു പിടുത്തോണ്ടായിരുന്നില്ല. നിനക്കെന്തായാലും മനസ്സിലായ ആ സമയത്ത്? 10 മിനിറ്റ് ഞാൻ ആകെ വണ്ടടിച്ചിരിക്കുക. ആ അഞ്ചിൽ ഞാൻ 2 പ്രാവശ്യം കൂർക്കം വലിച്ചു. സത്യം പറയല്ല, ആ ഭാഗം ഭയങ്കര ബോറടിയായിരുന്നു. ഒരുവിധം എല്ലാവർക്കും കണ്ടവർക്ക് അറിയാം, കുറെ സീനുകൾ ഭയങ്കര ബോറടിയാണ്. നമ്മുടെ ഈ കഥ പറയുന്ന പോലെ പണ്ട് രാജാവുണ്ടായിരുന്നു, അതെ എന്ന് പറഞ്ഞാൽ ഇവര് പഴയ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് അത് എത്തിക്കാനുള്ള പരിപാടിയാണ്. അതെ. അയ്യോ, അടച്ചപ്പോ എല്ലാം പോയല്ലേടാ. കറണ്ട് പോയി. ഓക്കെ. അപ്പൊ ലൈറ്റ് ഇട്ടപ്പോ നല്ല രസമുണ്ടല്ലോ നമ്മള് കളറിങ് ബാക്കില്. വണ്ടി നല്ല അടിപൊളിയായിട്ടുണ്ട്. സീറ്റ്സിന്റെ കളറുകളല്ലേ. മൊത്തമായി ആദ്യമായിട്ടാ സീറ്റ് കവർ ചെയ്തിട്ട് കയറുന്നത്. ഒരു 5 വർഷത്തെ വണ്ടിയാന്ന് പറയത്തില്ല. നല്ല വെരി ഗുഡ്. അപ്പോ കമ്മിങ് ബാക്ക് ടു മിഷൻ ഇമ്പോസിബിൾ, ചില ഫൈറ്റ് സീൻസ് എനിക്ക് ഭയങ്കര ബോറടിച്ചു, സത്യം പറയാം. എസ്പെഷ്യലി ആ പ്ലെയിനിന്റെ ഫൈറ്റ്. Look, what he was trying to do is basically probably അവന്റെ ലാസ്റ്റ് ഇതായിരിക്കും. അതുകൊണ്ട് അവൻ മാക്സിമം കൊടുത്തതാണ്. പക്ഷെ അതല്ല പറഞ്ഞാൽ അതില് ഞാൻ ഓൾറെഡി ഐ ആം എ മിഷൻ ഇമ്പോസിബിൾ ഫാൻ. ഞാൻ എല്ലാ സീരീസും ഞാൻ ഒരു 4-5 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, എല്ലാ സിനിമയും. ആൻഡ് ബിലീവ് മീ, ഇത്രയും ഒരു ഇല്ലോജിക്കൽ ആയിട്ടുള്ള പടം ഞാൻ കണ്ടിട്ടില്ല. So I think he was trying to do extra for everything. I swear. So നീ നോട്ടീസ് ചെയ്തോ ആ ഒരു പാട്ടില് ഇത്തവണ കുറവായിരുന്നു. അതും കുറവായിരുന്നു. അതിന്റെ ഒരു ആ പാട്ട് കുറവായതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നു എനിക്ക് തോന്നി അല്ലേ. പിന്നെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലൻ അവൻ പണ്ടത്തെ വില്ലനാണ്, പക്ഷെ ഈ ഇതില് ഇമ്പോർട്ടൻസ് കുറവാണ്. പിന്നെ വെറുതെ കുറെ മെലോഡ്രാമ ഉണ്ട് ഇതില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെന്റിമെന്റ്സ് ഒക്കെ വെറുതെ. ഈ ശരിക്കും എനിക്ക് കണ്ടപ്പോ സത്യത്തിൽ എനിക്ക് തോന്നുന്ന ഒരു ഹിന്ദി പടം കാണില്ലേ,
അതിന്റെ ഒരു ഹൈ എൻഡ് വേർഷൻ അല്ലെ. ഒരു ഹിന്ദി പടം ഒരു 1000 കോടി വെച്ച് നിർമ്മിച്ച എങ്ങനെ ഉണ്ടാവും? ബോളിവുഡിന് ഭയങ്കരമായിട്ട് പൊട്ടിക്കളഞ്ഞു കേട്ടോ. ഹോളിവുഡിന്റെ അവിടെ എത്തിച്ചു. അതല്ല, അതാ പറഞ്ഞു, ഒരു ബോളിവുഡ് പടം എനിക്ക് ഒരു ബോളിവുഡ് സിനിമ ഒരു 1000 കോടി വെച്ചിട്ട് ടെക്നോളജിയും ടെക്നിക്കലും അങ്ങനത്തെ മ്യൂസിഷ്യനൊക്കെ വെച്ചിട്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഒക്കെ ഒരു ക്വാളിറ്റി അല്ലേ? ആ ക്വാളിറ്റി പടത്തിലുണ്ട്. പക്ഷെ ഫിനിഷ് വന്നില്ല. കറക്റ്റ് ഒരു എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ല, അത്ര ഞാൻ പറഞ്ഞുള്ളൂ. ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്. ഞാൻ എക്സ്പെക്ട് ചെയ്ത് പോയ മിഷൻ ഇമ്പോസിബിൾ എന്റെ ഗർഭം ഇങ്ങനെയല്ല. നമുക്ക് ശരിയായില്ല. അതെ, സദ്യക്ക് പോയിട്ട് അവസാനം ഒരു ബോറടിച്ച് ഒരു അതെ. അല്ലാതെ എനിക്ക് വേറെ ഇതൊന്നുമില്ല. പിന്നെ എനിക്ക് ഞാൻ എന്നോട് അപ്പോഴും ചോദിച്ചില്ലേ, ആ മഞ്ഞിന്റെ അടിയില് വെള്ളത്തില് ഇത്രയും ടെമ്പറേച്ചർ കുറഞ്ഞ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് എനിക്ക് വന്നിട്ട് ഇവൻ പിന്നെ എനിക്ക് നേരെ ഫൈറ്റ് ചെയ്യാൻ പോവാ. എനിക്ക് തോന്നുന്നില്ല ജീവിതത്തിൽ ഒരാൾക്കോ സംഭവിക്കാൻ. സൂപ്പർമാന് പോലും പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഐ ഡോണ്ട് നോ. പിന്നെ ഒരു കാര്യം, ലൈക്ക് ഹാറ്റ്സ് ഓഫ് ടു ടോം ക്രൂസ്. അവന്റെ ഫിസിക്കൽ ഫിറ്റ്നസും ദ വേ ഹി ക്യാരീസ് ഹിംസെൽഫ് ഇൻ ദ മൂവി. ഇല്ലെങ്കിൽ അവൻ ഇത്രയും ചെയ്തിട്ട് അവനൊക്കെ 60 വയസ്സാണ്. 60 വയസ്സിന് മുകളിൽ തന്നെയല്ലോ. നമ്മളിപ്പോ 50 വയസ്സായി. നടന്നു വന്നത് നമുക്ക് അറിയുള്ളൂ. പക്ഷെ ടോം ക്രൂസ് അങ്ങനെയല്ല. ടോം ക്രൂസിന്റെ സംഭവം കിടുക്കി എന്ന് പറഞ്ഞാൽ അവന്റെ ഫിസിക്കൽ ഫിറ്റ്നസ് ഈസ് അപാരം തന്നെ. ആൻഡ് ഞാൻ പിന്നെ മെയിൻ ആയിട്ട് ഒരു സംഭവം മിസ്സിംഗ് എന്താ അറിയോ? നോർമലി മിഷൻ ഇമ്പോസിബിൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു അടിപൊളി സ്റ്റണ്ട് ഉണ്ടാവും. ദ ഓപ്പണിംഗ് വിൽ ബി ലൈക്ക് ദാറ്റ്. ഇത്ര ആ ഒരു സംഭവമില്ല. അതുകൊണ്ട് തന്നെ എൻഡിങ്ങിലായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയം തൊട്ട് എന്തോ ഒരു മിസ്സിംഗ് ആയിരുന്നു. ആക്ച്വലി എന്റെ ഒരു ഇത് ടോം ക്രൂസിനെ വെടിവെച്ച് കൊല്ലുമായിരുന്നു. ഇച്ചിരി നല്ലതായിരുന്നു. നല്ല എൻഡിങ് ആയിരുന്നു. വെടിവെച്ച് കൊന്ന് അവൻ ഡിസപ്പിയർ ചെയ്യുക എങ്ങനെ? പിന്നെ ലൈക്ക് പ്രോബ്ലി ഈസ് ലൈക്ക് എ ഗോസ്റ്റ്. That would have been nice. Good. ഒന്ന് വിളിച്ചു പറഞ്ഞാലോ നമുക്ക്? വേണ്ട. അപ്പോ ഗൈസ്, നമ്മള് മിഷൻ ഇമ്പോസിബിൾ വേണ്ട, നമ്മളെ അഭിപ്രായം എങ്ങനെയാണ്? മാത്യു, നമുക്ക് ഇനി ഇങ്ങനെ പടങ്ങൾ പോയിട്ട് റിവ്യൂ ചെയ്യണടാ. ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടല്ലോ. കുഴപ്പമില്ല. അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. See ya.